ഇസ്രയേൽ ഹമാസ് സീസ് ഫയർ ഡീൽ യാഥാർത്ഥ്യമായതായി കേൾക്കുന്നു. നേരത്തെ ഉന്നയിക്കപ്പെട്ട ടു സ്റ്റേറ്റ് തിയറി ഇതിൽ അംഗീകരിക്കപ്പെട്ടോ ഇല്ലയോ, മറ്റ് ഹമാസ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഏതൊക്കെയാണ് പരിഹരിക്കപ്പെട്ടത് എന്നതിനൊന്നും ഇതേവരെ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഒരു സമാധാന കരാർ, ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ്. അത് വെടിയുണ്ടകൾക്കിടയിൽ, ബോംബുകൾക്ക് കീഴിൽ ജീവിക്കുന്നവർക്കേ അതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ, യൂറോപ്പിലെ മറ്റെല്ലാ രാജ്യങ്ങളിലെയും ലോകത്തെല്ലായിടത്തും നടത്തിയ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തിയ രോദനങ്ങൾക്ക് താൽക്കാലിക പരിഹാരമായെന്ന് വേണം കരുതാൻ. ഏതായാലും ഒരു സമാധാന കരാർ, ഒരു വെടിനിർത്തൽ, അത് എന്തൊക്കെ ഉപാധികളുടെ പേരിലാണെങ്കിലും നല്ലത് തന്നെയാണ്. കാരണം യുദ്ധത്തേക്കാൾ എന്തുകൊണ്ടും നന്മ സമാധാനത്തിൽ തന്നെയാണ് എന്നതുകൊണ്ട് ഈ സമാധാന കരാറിനെ, ഈ വെടിനിർത്തലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വിഷയത്തിലുള്ള ഇനീഷ്യേറ്റീവുകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരു റഫറിയെ പോലെ, അമ്പയറെ പോലെ അദ്ദേഹം ഈ സീസ് ഫയറിന് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം അവരുടേതായ പരിമിതികളുള്ളപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമാണ് ആക്സസിബിലിറ്റി, എല്ലാ കക്ഷികളോടും ബന്ധപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ കാണിച്ച നിസ്സംഗത, നിഷ്ക്രിയത്വം ഇദ്ദേഹം കാണിച്ചില്ല എന്നതിൻ്റെ പേരിൽ തന്നെ ഇദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ലോക സമാധാനത്തിന് ഇദ്ദേഹം നോബൽ സമ്മാനം പ്രതീക്ഷിക്കുന്നു എന്നൊരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ എതിർ കേന്ദ്രങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നതായി കേട്ടു. തീർച്ചയായും ലോകത്ത് ഇദ്ദേഹം അതിന് മുമ്പ് ഒരു ടേമിൽ വരികയുണ്ടായി, 4 കൊല്ലം. അന്നാവട്ടെ, ഇപ്പോൾ വന്ന് 8 മാസത്തോളമായി. പുതുതായി ഒരു യുദ്ധവും തുടങ്ങിയില്ല അമേരിക്കയുടെ പക്ഷത്തു നിന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സമാധാന പ്രിയനാണെന്ന് കാണാം. പിന്നെ ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ പലപ്പോഴും ഇദ്ദേഹം ഇസ്രയേലിന്റെ പക്ഷത്തല്ലേ എന്ന് തോന്നിപ്പിക്കുമായിരുന്നെങ്കിലും സ്വാഭാവികമായ അമേരിക്കയുടെ നിലപാടാണത്. ട്രംപിന് മാത്രം അതിൽ നിന്ന് പെട്ടെന്ന് വഴിമാറി ഇസ്രയേലിന് പൂർണ്ണമായ എതിരായി നിൽക്കുക സാധ്യമല്ല, രാഷ്ട്രീയമായും നയതന്ത്രപരമായും എന്ന് കാണാം. അതല്ലാതെ ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ ചെയ്തു പോയ നിഷ്ക്രിയത്വം ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കണ്ടില്ല. ലോക വ്യവഹാരങ്ങളിൽ നിരവധി കാര്യങ്ങളിൽ ഏകദേശം വിഡിത്തം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേക എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ്. അതിൻ്റെ പേരിൽ അദ്ദേഹം നേരിടുന്ന പരിഹാസങ്ങൾക്ക് കൈയും കണക്കും ഇല്ലതാനും. ഈ അടുത്തായി ലോകത്തിൻ്റെ മുഴുവൻ വിഭ്രമിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ടാരിഫ് വർധനവ്, ഇറക്കുമതി ചുങ്കം കൂട്ടുന്നതും കയറ്റുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നതുമായ പല താരിഫുമായി ബന്ധപ്പെട്ട് കുറേ അശാസ്ത്രീയമെന്ന് പറയാവുന്ന, അപ്രായോഗികമെന്ന് കരുതാവുന്ന പല പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ ഇമിഗ്രൻസിനെ കയറ്റിവിടുന്നതിലും അവരെ രാജ്യത്തിനകത്ത് ട്രീറ്റ് ചെയ്യുന്നതിലും ഇദ്ദേഹം വിവേചനം കാണിച്ചു എന്ന ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ആഗോള വീക്ഷണത്തിൽ സമാധാനത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം നോബൽ പ്രൈസ് ഇദ്ദേഹം ചോദിക്കുന്നത് പോലെ അർഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ രോദനങ്ങൾ കേട്ട ഏതൊരാൾക്കും, അതിനെക്കുറിച്ച് ഹൃദയമലിഞ്ഞ ആർക്കും അവിടെ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് തോന്നിപ്പോകും. കഠിന ഹൃദയരായ ചില ആളുകൾ നമ്മുടെ നാട്ടിലും മറ്റു ലോകത്തെമ്പാടും ഉള്ളപ്പോഴും അവർക്കൊക്കെ യുദ്ധത്തിൻ്റെ ഹരത്തിലാണ്. അവർക്ക് ഒരു ലോകയുദ്ധം, 3ാം ലോകയുദ്ധം ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ലോക കപ്പ് ഫുട്ബോൾ വരുന്നത് പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് ഒരു പക്ഷേ ഇത് നിരാശയുണ്ടാക്കിയിരിക്കാം. എങ്കിലും വേദനിക്കുന്ന, ലോകസമാധാനം കാക്ഷിക്കുന്ന നിഷ്പക്ഷമതികളായ നല്ല മനുഷ്യർക്ക് ഒരു വെടിനിർത്തൽ, അത് ഭൂമിയുടെ ഏത് ഭാഗത്തായാലും ഏത് സമൂഹങ്ങൾക്കിടയിലായാലും സമാധാനവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുക. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഈ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ നമുക്ക് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിൻ്റെ
നോബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സമാധാനത്തിൻ്റെ വഴികളിൽ ശ്രീ ട്രംപ് മുൻകൈയെടുത്തത് ഇത് ആദ്യമായിട്ടല്ല. 2018 കിം ജോങ് ഉന്നിനോട് നേരിട്ട് കണ്ടതിലൂടെ നോർത്ത് കൊറിയയുമായിട്ടുണ്ടായുള്ള സംഘർഷങ്ങളിൽ അയവ് വന്നു. നോർത്ത് കൊറിയയുടെ നിരന്തരമായ ന്യൂക്ലിയർ ബോംബ് ഭീഷണി അതോടെ ഏകദേശം കെട്ടടങ്ങിയ മട്ടാണ്. ഉക്രൈനിലെ യുദ്ധത്തിലും ഇതുവരെ അമേരിക്ക അനുവർത്തിച്ചു പോന്ന പക്ഷം ചേരൽ, ഉക്രൈൻ്റെ പക്ഷം ചേർന്ന് റഷ്യയോട് പ്രകോപിപ്പിച്ച് യുദ്ധത്തെ മൂർച്ഛിപ്പിക്കുന്ന ആ രീതി അദ്ദേഹം കൈവെടിഞ്ഞ് രണ്ടു പക്ഷത്തും ചേരാത്ത തരത്തിലുള്ള ഒരു തരം കളി, നയതന്ത്ര ലോകത്തിന് തികച്ചും അപരിചിതമായ പുതുമ തോന്നിക്കുന്ന നിലപാടുകളാണ് ശ്രീമാൻ ട്രംപ് എടുത്തത് എന്ന് കാണാം. അതിൽ അദ്ദേഹം പഴി കേൾക്കുകയും ചെയ്തു. അദ്ദേഹം പ്രാപ്തിയില്ലാത്തവനാണ്, മണ്ടനാണ്, കോമാളിയാണ് എന്നുവരെ ആക്ഷേപിക്കപ്പെടുകയുണ്ടായി. എന്തൊക്കെയായാലും ഉക്രൈൻ യുദ്ധം ആളിപ്പടരുന്നതിൽ നിന്ന് അത് തെല്ലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ നിലപാട് സഹായകമായിട്ടുള്ളത്. നാറ്റോവുമായിട്ടുള്ള ലോകത്ത് എന്ത് സംഘർഷമുണ്ടായാലും അമേരിക്ക മുമ്പിൽ, കൂടെ ബ്രിട്ടൻ, അതിനുകൂടെ യൂറോപ്പ്, അമേരിക്ക, നാറ്റോ, ഇതായിരുന്നു നമ്മുടെ ലോകക്രമം. ബുഷിൻ്റെയോ ഒബാമയുടെയോ ഒക്കെ കാലത്ത് അത് തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ അതിൽ മുഴുവൻ അഴിച്ചുപണിതു ഈ ശ്രീമാൻ ട്രംപ് എന്നുള്ളതാണ് വാസ്തവം. അതായത് നാറ്റോവിനോട് അദ്ദേഹം കർശനമായ ചില നിർദ്ദേശങ്ങൾ വെക്കുകയുണ്ടായി. അതുകൊണ്ട് നാറ്റോവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ രൂപം കൊണ്ടു. ഒറ്റക്കെട്ടായി അമേരിക്കൻ നേതൃത്വത്തിൽ നാറ്റോയും മറ്റു രാജ്യങ്ങളും സംഘടിതമായി ഈ ലോകത്തുണ്ടാക്കിയ തിന്മകൾ, യുദ്ധങ്ങൾ എത്രയാണ് ഈ സമീപകാലത്ത് എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൻ്റെ പഴയ ഏടുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ആ അവസ്ഥയിലേക്കാണ് ശ്രീമാൻ ട്രംപ് കയറി വരുന്നത്. മാത്രമല്ല, ശ്രീ ട്രംപിൽ നിന്ന് ലോകം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പഴഞ്ചൻ എന്നാൽ നന്മ നിറഞ്ഞ കാര്യങ്ങളും വരികയുണ്ടായി. അതായത് നിയോ ലിബറൽസുകളും പരിഷ്കൃതരെന്ന് സ്വയം അവകാശപ്പെടുന്നവരും ലോകക്രമത്തിൻ്റെ പുതിയ ബലത്തിൽ LGBTQ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അങ്ങനെ അനവധി മനുഷ്യ സമൂഹത്തിന് ഇന്നേ വരെ അപരിചിതമായിരുന്ന ചില കാര്യങ്ങളെയൊക്കെ അതീവ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഇതുവരെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരും യൂറോപ്പും മറ്റ് പരിഷ്കൃത സമൂഹങ്ങൾ എല്ലാവരും അതിനെ വലിയ പൂമാലയിട്ട് സ്വീകരിക്കുകയും ഉണ്ടായി. പക്ഷേ ട്രംപ് അതിനെല്ലാം എതിരായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പാരീസ് അക്കോർഡ് അദ്ദേഹം നിരാകരിച്ചു. LGBTQ തുടങ്ങിയ അവകാശങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ തീരുമാനങ്ങളിലും അദ്ദേഹം ചോദ്യം ചെയ്തു. ഇത് മറ്റ് ആഭ്യന്തര രംഗത്ത് അതിരുകവിഞ്ഞ ഇമിഗ്രേഷൻ, ഉപാധികളില്ലാത്ത ഇമിഗ്രേഷൻ, മറ്റ് H-1B വിസ, ഇതിലൊക്കെ അദ്ദേഹം എടുത്ത താരിഫുകൾ, ഇതിലൊക്കെ എടുത്ത നിരവധി എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ തനതായ ചില തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റ് സമീപകാല അമേരിക്കൻ പ്രസിഡന്റുമാരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. ചെറിയ ഒരു കാര്യമല്ല. അമേരിക്ക പോലൊരു സൂപ്പർ പവർ, ആയുധശേഷിയുള്ള ഒരു രാജ്യം ന്യൂട്രലായിട്ട് പുതിയ യുദ്ധങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് ലോകത്തിന് ഏറെ ആശ്വാസകരമാണ്. ഇതിനെക്കുറിച്ച് വലിയ വ്യാകുലപ്പെടാതെ എപ്പോഴും ചില യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം എന്ന് കരുതുന്ന ചില ആളുകൾ ഈ ലോകത്ത് നമുക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ലോകത്തിന് സമാധാനത്തെക്കാൾ മികച്ചതല്ല യുദ്ധം. കുറെ യുദ്ധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായേക്കാം എന്നല്ലാതെ. പണ്ടൊരു അമേരിക്കൻ സോൾജിയർ ഗൾഫ് യുദ്ധകാലത്ത് പറയുന്നതായി കേട്ടു, ഒരു യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മിതി നടത്തുന്ന, അതിൻ്റെ എക്കണോമിക്സുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ലോകത്തിൻ്റെ 1 ഡസൻ സ്ഥലങ്ങളിലെങ്കിലും ചെറിയ സംഘർഷങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളത് ഉണ്ടായിരിക്കണം. 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു മേജർ യുദ്ധവും നിർബന്ധമാണ്. ആയുധ നിർമ്മാണ രാജ്യങ്ങളുടെ എക്കണോമി പിടിച്ചു നിർത്തണമെങ്കിൽ, സ്മൂത്തായി പോകണമെങ്കിൽ ഇത്രയും ആവശ്യമുണ്ട്. ഈ അവസ്ഥയിലേക്കാണ് ട്രംപിനെ പോലൊരാൾ. അയാൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, യുദ്ധം ചെയ്തില്ലല്ലോ. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം ഉടലെടുത്തപ്പോൾ അത് താനാണ് ആ യുദ്ധം ഒഴിവാക്കിയത് എന്ന് വീമ്പ് പറയുന്നതായി ട്രംപിനെ കുറിച്ച് ഒരു ആരോപണം കേട്ടു. സത്യത്തിൽ ഇതിനു മുമ്പുള്ള അമേരിക്ക ആയിരുന്നെങ്കിൽ
ഇന്ത്യ പാക് യുദ്ധം മൂർച്ഛിപ്പിക്കുമായിരുന്നു എന്ന് വേണം കരുതാൻ. ട്രംപ് ഈ യുദ്ധത്തിൽ ഇടപെട്ട് നിർത്തിയിട്ടില്ല എന്ന് തന്നെ കരുതുക. പക്ഷെ ട്രംപ് ഒരിക്കലും ഇന്ത്യ പാക് സംഘർഷത്തെ മൂർച്ഛിപ്പിച്ച് രണ്ട് സ്ഥലത്തും ആയുധം വെക്കാനുള്ള ഒരു അവസരമായി, സുവർണാവസരമായി ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് വസ്തുതയാണ്, സത്യമാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇന്ത്യ പാക് സംഘർഷത്തെ മുതലെടുത്ത് അതിനെ മൂർച്ഛിപ്പിക്കാതിരുന്ന ഒറ്റ കാരണം മതി, അതിൽ മധ്യസ്ഥം ചെയ്ത് അത് നിർത്തിവെച്ചു എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം അംഗീകരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പ്രശംസിക്കാൻ. അമേരിക്കയുടെ മുൻകാല നയങ്ങളിൽ നിന്ന് തികച്ചും ഘടകവിരുദ്ധമായിരുന്നു ഇന്ത്യ പാക് സംഘർഷങ്ങളെ മൂർച്ഛിപ്പിക്കാൻ അവർ ഇടപെടാതിരുന്നത് എന്ന് കാണാം. ഏതായാലും ഗാസയിലെ സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇങ്ങനെയായി. തുടർന്നുള്ള ഇതിന് തുടർച്ച തീർച്ചയായും ഉണ്ടായേക്കും. ഇതൊക്കെയാണെങ്കിലും ലോകത്തിന് ഇന്നേ വരെ കരാറുകൾ ലംഘിച്ച ഒരു ഇസ്രായേലിനെയാണ് പരിചയം. ഇത്തവണയും അതുണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ലെങ്കിലും ട്രംപിന്റെ കാലത്ത് അതിനുള്ള സാധ്യതകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഉണ്ടായേക്കാം, പക്ഷേ എങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ ട്രംപിന് ശേഷം ആര് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇസ്രായേലിന്റെ ഈ കരാറുമായിട്ടുള്ള മുന്നോട്ട് പോക്കുണ്ടാവുക. ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല എന്നുള്ളത് ഇസ്രായേലിനും അറിയാം, ലോകത്തിനും അറിയാം. എങ്കിലും ഈ താൽക്കാലിക വിരാമം ഇസ്രായേലിലെ ഗാസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ തൽക്കാലം പിടിച്ചു നിർത്താൻ ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ട്രംപ് സമാധാനം കൊണ്ടുവരും ലോകത്തിന് എന്നൊരു ആശംസ 8 മാസം മുമ്പ് അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോൾ ഇതേ ടോക്ക് ടൈൽ ഞാൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ട്രംപുമായി ബന്ധപ്പെട്ട ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെ പലതുകൊണ്ട് നിരാശാജനകമായിരുന്നെങ്കിലും ആഗോള സമാധാനത്തിന്റെ കാര്യത്തിൽ അത്രക്ക് നിരാശക്ക് വകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഗാസ കരാറിലൂടെ ട്രംപ് നമ്മുടെ പ്രതീക്ഷകൾക്ക് ചിറകു വിരിപ്പിച്ചിരിക്കുന്നു. ഇത്തവണ ട്രംപ് അഡ്മിനിസ്ട്രേഷന് അമേരിക്കയിലെ ആഫ്രോ അമേരിക്കൻസിന്റെയും ആഫ്രോ അറബ്സിന്റെയും വലിയ പിന്തുണ ലഭിച്ചതായി സ്ഥിതിവിവരക്കണക്കുകൾ, അവിടുത്തെ ഇലക്ഷൻ വോട്ടെണ്ണൽ സ്ഥിതിവിവരക്കണക്കുകൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ട്രംപ് മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനത്തിന് മികച്ച സംഭാവനകൾ എന്തെങ്കിലും നൽകുമെന്നുള്ളൊരു പ്രതീക്ഷ ലോകത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു പരിധിവരെ ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം, ഇസ്രായേൽ തന്നെ മധ്യസ്ഥ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഖത്തറിന് മേലുണ്ടാക്കിയ ബോംബാക്രമണം, ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ ശ്രീമാൻ ട്രംപ് അറിഞ്ഞോ അറിയാത്തയോ ഭാവം കാണിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ സമാധാനത്തിന്റെ ആത്യന്തികമായി നോക്കിയാൽ അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും സമാധാനത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കുന്നതാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നോബൽ സമ്മാനം സമാധാനത്തിലുള്ളത് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.